കഥ ഓർമ്മക്കയങ്ങൾ. എഴുതിയത് സുമ ഗോപി. അമ്മുമ്മ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? പഴയകാലത്തെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലേ ഞങ്ങളെവിടെ ഇരുത്തിയത്? രാകേഷും രിതികയും അക്ഷമരായി. മാധവമ്മയുടെ മകൻ്റെ മക്കളാണ് ചിക്കുട്ടൻ എന്ന് വിളിക്കുന്ന 10ാം ക്ലാസ്സുകാരൻ രാകേഷും ഋതു എന്ന് വിളിക്കുന്ന 7ാം ക്ലാസ്സുകാരി രിതികയും. അതുണ്ടല്ലോ മക്കളെ, അമ്മുമ്മയുടെ കഥ തന്നെ ആയാലോ? മാധവമ്മ കുഞ്ഞുങ്ങളോട് ചോദിച്ചു. 90 കഴിഞ്ഞ മുത്തശ്ശിയാണവർ. എങ്കിലും കാഴ്ചക്കോ കേൾവിക്കോ ഒരു കുഴപ്പമില്ല. സംസാരത്തിൽ ചെറിയ ഇടർച്ചയും വിറയലുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും നല്ല ചുറുചുറുക്കാണ് അവർക്ക്. മതിയമ്മമ്മേ, അത് മതി. അന്നത്തെ കാലം എങ്ങനെയായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. മറുപടി ഒട്ടും വൈകിയില്ല. എങ്കിൽ പറയാം മക്കളെ. മാധവിയമ്മ ഓർത്തെടുത്തു ആ സങ്കടപൂരിതമായ ബാല്യം. അവിടെ മുതൽ തുടങ്ങണമല്ലോ. വല്യമ്മയും അമ്മാവനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. തനിക്ക് 5 വയസ്സാകുമ്പോഴേക്കും അച്ഛനും അമ്മയും മരിച്ചുപോലും. അവരാണ് തന്നെ പൊന്നുപോലെ നോക്കിയത്. അന്ന് കൂട്ടുകുടുംബമായിരുന്നു, വല്യമ്മയും മക്കളും. വല്യച്ഛൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വന്നിട്ട് പോകും. അമ്മാവൻ കൂടെയുണ്ട്. അമ്മായി മക്കളും അവരുടെ വീട്ടിലാണ്. അമ്മാവൻ വല്ലപ്പോഴും അങ്ങോട്ട് പോകുമായിരുന്നു. അമ്മായിയും മക്കളും വിശേഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ടും വരും. ചിലപ്പോൾ കുറച്ച് ദിവസം താമസിക്കും. ഞങ്ങളുടേതൊക്കെ ഒരു കൊച്ചു വീടായിരുന്നു. എങ്കിലും അത്യാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൻ്റെ മുന്നിലൂടെ നടവഴിയും അതിനപ്പുറം ചെറിയൊരു തോടും നോക്കെത്താ ദൂരത്തോളം വയലും. ഒരു ഭാഗത്ത് ചെറിയ കുന്ന്. പട്ടണത്തിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ കുന്നിൻ ചെരുവിലൂടെയായിരുന്നു. യാത്രക്കാരെ ദൂരെ കുന്നിറങ്ങുമ്പോൾ തന്നെ കാണാൻ കഴിയും. മക്കൾ കൂമ്പാള കോണകെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല അമ്മൂമ്മേ, അതെന്താണ്? ഋതു ചോദിച്ചു. പറയാം. അന്ന് അണ്ടർവെയറിന് പകരം ഉപയോഗിച്ചിരുന്നതാണ് കോണകം അഥവാ കൗബീനം. നല്ല പട്ടുകോണകം വല്യമ്മയുടെ മക്കൾക്കും അമ്മൂമ്മയ്ക്ക് കുമ്പാള കോണകവും. അടയ്ക്കാക്കുല വിരിയുമ്പോൾ നല്ല മൃദുവായ ആവരണം കണ്ടിട്ടില്ലേ? അതാണ് കൂമ്പാള. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് പലപ്പോഴും അത് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അമ്മൂമ്മയ്ക്കും. മാധവിയമ്മ ഓർമ്മപ്പേത്തിൽ നിറഞ്ഞ കണ്ണുകൾ മുണ്ടിൻ്റെ കോന്തല കൊണ്ട് തുടച്ചു. അമ്മൂമ്മ കരയാതെ. ഇന്ന് അമ്മൂമ്മയ്ക്ക് വിഷമിക്കാനൊന്നുമില്ലല്ലോ. ഞങ്ങളില്ലേ കൂട്ടിന്? ചിക്കൂട്ടൻ അമ്മൂമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പോട്ടെ. മക്കൾക്കിന്നെ അമ്മൂമ്മയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് അറിയണ്ടേ? എൻ്റെ 10ാം വയസ്സിലെ വിവാഹം. അയ്യേ, 10ാം വയസ്സിൽ വിവാഹമോ? അമ്മൂമ്മയുടെ നിഷ്കളങ്കമായ സംസാരം കേട്ട കുട്ടികൾ അത്ഭുതം കൊണ്ടു. അവരുടെ മനസ്സ് വീണ്ടും ചിന്തകളുടെ ലോകത്തേക്ക് ഊളിയിട്ടു. അതെ മക്കളെ, എൻ്റെ ശൈശവം ബാല്യം എല്ലാം കരഞ്ഞു തീർത്തതാണ് ഞാൻ. 10 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം. അന്നൊരു ദിവസം രാവിലെ തന്നെ വല്യമ്മ എന്നെ തേച്ച് കുളിപ്പിച്ചു. പേൻ ചേർപ്പ് കൊണ്ട് പേനൊക്കെ വാർന്നു കളഞ്ഞ് മുടി ചീകിത്തന്നു. ഒരു പുത്തൻ കുറിമുണ്ട് ഉടുപ്പിച്ചു. താൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണേ. കുഞ്ഞുമണി, ഇന്ന് മോൾക്കൊരാൾ പുടവ തരും. ഇന്ന് നിൻ്റെ പുടമുറിയാണ്. ചടങ്ങ് കഴിഞ്ഞ് അവരൊക്കെ പോകും. പിന്നെ മറ്റന്നാൾ കുറേ പേര് വന്ന് കുഞ്ഞുമണിയെ കൂട്ടിക്കൊണ്ടുപോകും. മോള് നല്ല കുട്ടിയായി ആ വീട്ടിൽ കഴിയണേ. എന്താണെന്നറിയില്ല, അത്രയും നാളത്തെ പോലെ ആയിരുന്നില്ല വല്യമ്മ. തന്നോട് ഒരുപാട് സ്നേഹത്തോടെ പെരുമാറി. സംസാരിക്കുമ്പോൾ വല്യമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എനിക്കതിലേറെ അത്ഭുതം തോന്നി. ഏതാണ്ട് 10 മണി കഴിഞ്ഞു കാണും. 4-5 പേര് വന്നു മക്കളെ. അമ്മാവൻ അവർക്ക് കാലും മുഖവും കഴുകാൻ വെള്ളം കൊടുത്തു. ഇറയെ തിരിപ്പിടവും കൊടുത്തു. മുറുക്കാനും കൊടുത്ത് ഉപചരിച്ചു. പതിവിൻപടി തലേദിവസം തന്നെ അമ്മായി മക്കളും എത്തിയിരുന്നേ. അമ്മായിയും വല്യമ്മയും തന്നെ പടിഞ്ഞാറ്റയിൽ 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്കിൻ്റെ മുന്നിലിരുത്തി അരിയിട്ട് അനുഗ്രഹിച്ചു. പിന്നീട് ആ വന്നവരിൽ ഏതാണ്ട് 50 വയസ്സൊക്കെ ഉണ്ടാവും. മുടി നരച്ചിട്ടുണ്ട്. അയാൾ വന്ന് എൻ്റെ കയ്യിലെ കണപ്പുടവ വെച്ച് നീട്ടി. ഞാൻ വാങ്ങിച്ചില്ല. അമ്മായി അത് ബെല്ലമായി എന്നെ പിടിപ്പിച്ചു. കഥ പറയുന്നതിനിടയിൽ അവർ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി ഇടർച്ചയോടെ പറഞ്ഞു. മക്കൾക്ക് ബാക്കി കേൾക്കണോ? അമ്മൂമ്മയുടെ കഥയിൽ ലയിച്ചിരിക്കുകയായിരുന്നു കുട്ടികൾ തിടുക്കം കൂടി. പിന്നെ വേണ്ടേ, വേഗം പറ. മാധവിയമ്മ ചിരിച്ചു. മുൻവശത്തെ 2 പല്ല് പോയെങ്കിലും ആ ചിരി കാണാൻ നല്ല ചന്തമാണ്. മക്കൾ കേട്ടോളൂ. വന്നവർ ഉച്ചയൂണ് കഴിഞ്ഞ് തിരിച്ചുപോയി. 3ാമത്തെ ദിവസം 3 സ്ത്രീകളും വന്ന് പുരുഷന്മാരും ആ മനുഷ്യനും കൂടി വന്നു അമ്മമ്മയെ കൂട്ടാൻ. അന്നും വല്യമ്മ എന്നെ രാവിലെ തന്നെ കുളിപ്പിച്ച്
പുടമുറിക്ക് കിട്ടിയ പുടവയൊക്കെ ഉടുപ്പിച്ച് നിർത്തിയിരുന്നു കേട്ടോ. പക്ഷേ അവർ ദൂരെ നിന്ന് കുന്നിറങ്ങി വരുന്നത് കണ്ട ഈ അമ്മൂമ്മയെ പിന്നീട് ആരും കണ്ടതേയില്ല. പിന്നെ അമ്മൂമ്മ എവിടെ പോയി? അവർക്ക് ആകാംക്ഷ അടക്കാനായില്ല. പറയാം, എല്ലാവരും കൂടി തോട്ടിലും കുളത്തിലും പറമ്പിലും എല്ലാ പരിധിയെങ്കിലും കണ്ടില്ല. ഒടുവിൽ അയൽവക്കത്തെ തൊഴുത്തിൻ്റെ മൂലയിൽ പതുങ്ങിയിരിക്കുന്ന എന്നെ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചെറുചിരിയോടെ അമ്മമ്മ തുടർന്നു. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ചോറിൽ കഷായം വേണ്ടോളം കിട്ടി. വല്യമ്മയുടെ ശകാരം മുഴുവനും ഞാൻ അങ്ങനെ നിലവിളിച്ചു. എങ്കിലും ഒരു ഗുണമുണ്ടായേ. അച്ഛനാകാൻ പ്രായമുള്ള ആ ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് പരാതിയില്ല, കുട്ടിയെ അടിക്കുകയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യരുത്, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ് എന്ന്. അത് കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതായിരുന്നു അമ്മൂമ്മയുടെ ആദ്യ വിവാഹം. എന്നിട്ട് പിന്നീട് എപ്പോഴാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ അമ്മൂമ്മയെ കല്യാണം കഴിച്ചത്? പിള്ളേരുടെ കാര്യം തുടങ്ങിപ്പോയില്ലേ, പൂർത്തിയാക്കി കളയാം എന്ന് ആത്മകഥം ചെയ്തുകൊണ്ട് അവർ തുടർന്നു. അമ്മൂമ്മയെ വയലിൽ നാട്ടിപ്പണിക്കും കൊയ്ത്തിനുമൊക്കെ ആ പ്രായത്തിൽ തന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെയും ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അപ്പൂപ്പൻ അമ്മൂമ്മയെ കെട്ടിയത്. എഴുത്തും വായനയും അറിയാത്ത എന്നെ എൻ്റെ മോൻ, അതായത് നിങ്ങളുടെ അച്ഛനാണ് മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. അവർ വീണ്ടും മുണ്ടിൻ്റെ തലപ്പ് കൊണ്ട് കണ്ണു തുടച്ചു. അവർ കൊച്ചുമക്കളെ നോക്കി. അവരുടെ കവിളിലൂടെയും കണ്ണീരൊഴുകുന്നു. അയ്യോ എൻ്റെ മക്കളെ, അമ്മമ്മ കരയിച്ചോ? സാരമില്ല കേട്ടോ, പഴയ ഓർമ്മകളല്ലേ മക്കളെ, വിട്ടുകള. അവർ കുട്ടികളെ കെട്ടിപ്പിടിച്ചു. ചിക്കുവും ഋതുവും കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല അമ്മമ്മ, ഞങ്ങൾ ഒരിക്കലും അമ്മമ്മയെ സങ്കടപ്പെടുത്തില്ല. ഞങ്ങൾ അമ്മമ്മയെ പൊന്നുപോലെ നോക്കും. എന്നും ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന അമ്മമ്മയുടെ ഉള്ളിൽ ഇത്രത്തോളം വേദനയുടെ കനൽക്കയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സാരമില്ല മക്കളെ, അതൊക്കെ പഴയ കഥകൾ മാത്രം. നമുക്ക് ഇന്നിൽ ജീവിക്കാം. ഇനി അമ്മമ്മ കുറച്ച് നേരം കിടക്കട്ടെ. അവർ 3 പേരും എഴുന്നേറ്റു. ശുഭം.